ഞാൻ ഷാർജയിലായിരുന്ന സമയത്ത് ദൈവം എന്നോട് 2015 ഒരു വിഷനോടുകൂടി ദൈവാത്മാവ് എന്നോട് 2012 സംസാരിച്ചതാണ്. എന്നാൽ അങ്ങനെ വിട്ടൊന്നും വരാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ, അത് അങ്ങനെ ഒന്നും ഇറങ്ങി വരത്തില്ല. എന്നാൽ ദൈവം ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും 2015 എനിക്ക് 2 പെൺമക്കളും ഒരു ഭാര്യയും ഉണ്ട്. വൈഫ് ഇവിടെ ഷാർജയിൽ തന്നെ ദുബായിൽ ജോലി ചെയ്യുന്നു. അപ്പൊ പുള്ളിക്കാരി ഇവിടെ ജോലി ചെയ്ത് ഞങ്ങളുടെ മിനിസ്ട്രിയെ സഹായിച്ച് ഞങ്ങള് അന്ന് എൻ്റെ കുഞ്ഞുങ്ങള് 3-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലുമാണ്. അപ്പൊ അവരെയും കൊണ്ട് ഞാൻ ജയ്പൂർ, രാജസ്ഥാനിലെ ജയ്പൂരില് യാതൊരു പരിചയമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ദൈവം ഞങ്ങളെ അയച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങള് ആ ശുശ്രൂഷയിലായിരിക്കുന്നു. എന്നെ വിളിച്ചത് യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യമാണ്. തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്നുള്ള ഒരു വിശേഷമായ ഒരു കോളിങ്ങോട് കൂടി ദൈവം എന്നെ അയച്ചു. അപ്പോ ആ ഒരു ദർശനപ്രകാരം പല ക്ഷീണിച്ചിരിക്കുന്ന ദൈവദാസന്മാരുടെ അടുക്കലേക്ക് പോയി ഈ ചാരം മൂടി കിടക്കുന്ന കനല് കട്ടകൾ ചാരം മൂടി കിടക്കുന്ന അനുഭവത്തിലായിരിക്കുന്ന ദൈവദാസന്മാരുടെ അടുക്കൽ പോയി താമസിച്ച് അവരോടുകൂടി പ്രാർത്ഥിച്ച് അവരെ ഒന്ന് ബലപ്പെടുത്തുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളിപ്പോ ഒരു മൂത്ത മോള് ഡിഗ്രി കഴിഞ്ഞു, ഇളയ ആളിപ്പോ BA/B.Ed ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ പരീക്ഷ ഇപ്പൊ നടക്കുക. അപ്പൊ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് കർത്തദാസനിലൂടെ ഒരു വാക്യം പറഞ്ഞു. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. അപൂർവമായ കാര്യങ്ങൾ മാത്രമാണ് ഈ വേദപുസ്തകത്തിനകത്തുള്ളത്. ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കാത്തത്, ലോകത്തിൽ ഒരിക്കലും ആർക്കും ചെയ്യുവാൻ കഴിയാത്തതായ അപൂർവ കാര്യങ്ങളെ ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അത് പുസ്തകത്തിൽ മാത്രം എഴുതപ്പെട്ടതല്ല, അത് ഓരോ വ്യക്തികളുടെ അടുക്കലേക്കും അത് ഇറങ്ങി വന്ന് ഇന്നും ഈ നിമിഷം വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ അവസാന ഭാഗത്തൊക്കെ വായിക്കുകയാണെങ്കിൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, വിശ്വസിക്കുന്നവനാൽ ഈ അടയാളങ്ങളൊക്കെയും നടക്കും. കർത്താവായ യേശു ക്രിസ്തു ആ കാലഘട്ടത്തിൽ 3.5 വർഷം താൻ എന്തൊക്കെ ചെയ്തുവോ അതിനുശേഷം ശിഷ്യന്മാരാൽ ദൈവം എന്തൊക്കെ വൻ കാര്യങ്ങളെ ചെയ്യിപ്പിച്ചോ അതിന്നും നിന്നു പോയിട്ടില്ല കേട്ടോ. എല്ലാം ഉണ്ട്. എല്ലാം നമ്മളെ എന്തിനാ ഒരുക്കുന്നതെന്ന് അറിയാവോ? നമ്മെ വിളിച്ച ആ നിത്യതയിലേക്ക് എത്തിക്കുവാനാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന 2 വാക്യം വായിച്ച് നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാം. അതിനുള്ള വാഗ്ദത്തങ്ങളെ, അതിനുള്ള ദൈവിക വിടുതലുകൾ അനുഭവിക്കാൻ ദൈവം ഇടയാക്കട്ടെ. യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം, അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ 37-ാം വാക്യത്തിൽ ലൂക്കോസ് 1-ന്റെ 37-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. 2 ഭാഗത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ്. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ലല്ലോ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമല്ലോ. ഇന്ന് പകൽക്കാലം കർത്തൃദാസൻ അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ നയീൻ പട്ടണത്തിൽ നിന്നൊരു ശവമഞ്ചം പുറത്തിറങ്ങി വരുന്നു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു ഇടത്ത്, ഒരു സാധ്യതയും ഇല്ലാത്ത ഒരിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വന്നത് കണ്ടോ? ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാധ്യതയും ഇല്ല എന്ന് നിങ്ങൾ നിனைക്കുന്ന ഇടത്ത് എൻ്റെ കർത്താവിന് ഇറങ്ങി വരുവാൻ സാധിക്കും കേട്ടോ. അവൻ ഇറങ്ങി വരുന്ന എന്തിനെന്നറിയാവോ? എനിക്ക് ആശ്വാസം തരുവാനാ. ആശ്വാസം കിട്ടിയതിനു ശേഷം ഞാൻ അവിടെ ഇരിപ്പാനല്ല കേട്ടോ.
ഈ നമ്മുടെ വേദപുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സുവിശേഷങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 പുസ്തകങ്ങളാകുന്ന സുവിശേഷത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് വളരെ ആശ്വാസമാണ് കേട്ടോ. അതിനകത്ത് വളരെ അതിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ധ്യാനിക്കുവാൻ ഒത്തിരി കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിലും ഉപദേശങ്ങളിലും അതിനകത്ത് യേശു ചെയ്ത അനേക അത്ഭുതങ്ങളിലും അനേക അടയാളങ്ങളൊക്കെ വായിക്കുവാനും അതിൽ കൂടെ ആശ്വാസം കണ്ടെത്തുവാനും നല്ലതാ. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന അതല്ല കേട്ടോ. മുമ്പിലോട്ടൊരു അടുത്തൊരു പുസ്തകമുണ്ട്, അപ്പോസ്തല പ്രവർത്തികൾ. അത് പവർ ഹൗസ് എന്നാണ് അതിനെ പറയുന്നത്. അതിനകത്ത് തുടക്കത്തിൽ തന്നെ 1:4 മുതൽ അപ്പോസ്തല പ്രവൃത്തി 1:4 മുതൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ കൂടിയിരിക്കണം. എന്തിനാണെന്നറിയാവോ? ദൈവം നമ്മളോട് പറയുന്ന, ഇന്ന് പകൽക്കാലം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്കലേക്കൊന്ന് വരണം. നിങ്ങളൊന്ന് വന്നിരിക്കാമെങ്കിലുണ്ടല്ലോ എനിക്ക് നിങ്ങളുടെ മേൽ പകരുവാൻ ഒരു ആത്മാവുണ്ട്. എനിക്ക് നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുവാനുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കുടുംബക്കാരന്റെ ഉള്ളിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ മാത്രമല്ല കേട്ടോ, യഹൂദിയയിൽ നിന്നും യെരുശലേമിൽ നിന്ന് യഹൂദിയയിലും ഭൂലോകത്തിലെങ്ങും എനിക്ക് നിങ്ങളെ കൊണ്ടുപോയി ചില പദ്ധതികൾ ചെയ്തു തീർക്കുവാനുണ്ട്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ കേട്ടോ. അതുകൊണ്ട് ഈ പവർ ഹൗസിലേക്ക് ചവിട്ടിക്കയറുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മെ ബലപ്പെടുത്തുവാൻ ഈ പവർ ഹൗസിൽ നിന്ന് പ്രാപിച്ച ചില അഭിഷേകമുണ്ടല്ലോ, ആ അഭിഷേകത്തിൽ കൂടെ അപ്പോസ്തലന്മാരാൽ ചെയ്യപ്പെട്ട ചില വീര്യ പ്രവൃത്തികളും ചില അടയാളങ്ങളും ആ അപ്പോസ്തലന്മാർ വിവിധ തലങ്ങളിൽ കൂടെ കഷ്ടതകളിൽ കൂടെ കടന്നുപോയതിനെ രേഖപ്പെടുത്തി, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകേണ്ടത് എങ്ങനെ എന്നുള്ള ആദ്യ ഒരു ഘട്ടത്തിലേക്ക് ചുവടുകൾ വെച്ച് അവിടെ നിൽക്കുവാനല്ല കേട്ടോ, പിന്നെ വിവിധമായ ലേഖനങ്ങളുണ്ട് കേട്ടോ. 1 കൊരിന്ത്യർ മുതൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന് അടുത്ത് വരെ എത്തുന്നത് വരെ ചില ലേഖനങ്ങളുണ്ട്. ഈ ലേഖനത്തിന് ചില പർപ്പസ് ഉണ്ട് കേട്ടോ. ഓരോ ദിവസവും എന്നെയും നിങ്ങളെ ശുദ്ധീകരിപ്പാൻ, ലേഖനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങളിൽ കൂടി നാം ഇറങ്ങുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാകും. ആ ക്രിസ്തുവിനെ മനസ്സിലാകുമ്പോഴാണ് വാസ്തവത്തിൽ സുവിശേഷങ്ങളിൽ കണ്ട ക്രിസ്തുവും വാസ്തവമായി ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനവും മനസ്സിലാക്കുവാൻ സാധിക്കുക. അങ്ങനെ ഈ ലേഖനങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാ യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുപോയി അവന് വിമർശത വരുത്തി ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാട് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ആ വെളിപ്പാട് പ്രാപിക്കാത്തവർക്ക് ആർക്കും ഹല്ലേലൂയ നിത്യതയുടെ ദർശനം ലഭിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടേതായ ഭാരങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ വ്യക്തിഗതമായ ആവശ്യകതകളുണ്ട്. ചില നമ്മള് ഇബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് മരിച്ചവരെ അവർക്ക് മടക്കി ലഭിച്ചു, വാളിനാൽ ചിലർ അറുക്കപ്പെട്ടു, എന്നാൽ വേറെ ചിലർക്ക് അത് രക്ഷയായി തീർന്നു. എന്നാൽ വേറെ ചിലർ എന്ത് ചെയ്യുന്നറിയാവോ? അവർ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു മറ്റൊരു ഉദ്ധാരണത്തിനായിട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മള് ദൈവത്തിന്റെ ഹിതത്തിന് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, ദൈവം തന്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കും. ഞാൻ ഈ വായിച്ച കുറുവാക്യത്തോട് എനിക്ക് അതിനൊരു ഇത് കൊടുക്കണമല്ലോ, വാല്യൂ കൊടുക്കണമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 1:37 നമ്മൾ വായിച്ചു. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ആരോടാ സംസാരിച്ചത്? നമ്മൾ 26-ാം വാക്യം മുതൽ വായിച്ചാല്, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നാസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ഹല്ലേലൂയ. ഈ ഒരു കന്യകയെ കുറിച്ചിവിടെ പറയുന്നു. അവളുടെ അപ്പനാരെന്നോ അമ്മയാരെന്നോ ഒന്നും ഇതിനകത്തില്ല, ഹിസ്റ്ററി ഒന്നുമില്ല. പക്ഷെ എഴുതിയിട്ടുണ്ട്, യോസേഫ് ദാവീദ് ഗൃഹത്തിലുള്ള, അല്ലെങ്കിൽ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയായ മറിയ. ഈ കന്യകയായ മറിയയുടെ അടുക്കൽ ഒരു ദൂതൻ വന്ന് സംസാരിച്ചതിന്റെ ഒരു ഇടയ്ക്കുള്ളൊരു ഒരു സംഭാഷണമാണ് ഞാനവിടെ പറഞ്ഞത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ.
ഇവിടെ സംസാരിക്കുന്നത് ആരോടാ? ഒരു കന്യകയായ യുവതി. അവളോട് പറഞ്ഞത് എന്താ? ഹല്ലേലൂയ. 35-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്താണ് വിഷയം? കന്യകയായ ഒരു യുവതി, അവൾ ഗർഭവതി ആകുവാൻ പോകുന്നു. ഒന്ന് നോക്കിയ ഇസ്രായേലിന്റെ കാലഘട്ടമാ. ഹല്ലേലൂയ. അവരുടെ യഹൂദ പാരമ്പര്യം വെച്ചിട്ട് ഒരു യുവതി, കന്യകയായ യുവതി ഗർഭിണിയായാൽ എന്തുമാത്രം പ്രതികൂലതകളിൽ കൂടെ കടന്നു പോകേണ്ടതായി വരും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിലെ നമ്മോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്നത് ചില വിശേഷ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. കർത്തൃദാസൻ നമ്മെ ഓർമ്മപ്പെടുത്തി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു. ഹല്ലേലൂയ. ചില അപൂർവ കാര്യങ്ങളെ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത് ചില അപൂർവ കാര്യങ്ങളെ എന്നിൽ നിന്ന് ചെയ്യിപ്പിച്ചെടുത്ത് അത് മറ്റു ചിലർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യത്തില് നിങ്ങൾ വീഡിയോ ഇടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇരിക്കുന്ന ഇടത്തുണ്ടല്ലോ, വളരെ ആത്മാർത്ഥമായി പകൽക്കാലം ദൈവവചനം ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് മറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേല് ദൈവ പ്രവൃത്തി ഇറങ്ങി വരുമെന്ന് ആത്മാവിനോട് ഇടപെടുകയാ. ഇവിടെ നോക്കിയേ, 28-ാം വാക്യത്തിന് ഇങ്ങനെ പറയുന്നു, ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ഈ വ്യക്തി അല്ലെങ്കിൽ ഈ മറിയയുടെ അകത്ത് അല്ലെങ്കിൽ അവളുടെ അടുക്കൽ ചെന്നിട്ട് ദൈവദൂതൻ പറയുകയാണ്, നിനക്കൊരു കൃപ ലഭിച്ചവളാ കേട്ടോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി വിളിച്ചു പറയുന്നു, ഒരു കൃപ ലഭിച്ചവളാ. ഒരു കൃപ ലഭിച്ചവനാ ഇവിടെ ഇരിക്കുന്നത്. ഉടമനക ശന്തനാജനകസ്യ. ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ഒരുവനോട് വന്ന്, ഗിദെയോനോട് വന്ന് ദൈവം സംസാരിക്കുക, നിന്റെ മേലൊരു കൃപയുണ്ടെന്ന്. ദൈവ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ട് എങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ ഈ പ്രശ്നങ്ങള്? ഇന്ന് പകൽക്കാലം ചിലര് ചോദിക്കുക, ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങൾ നിന്നോടുകൂടി ചേർന്ന് നടക്കാറുണ്ട്, പക്ഷെ കർത്താവേ, എന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്താ പ്രശ്നം? റോയ് പാസ്റ്റർ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക കേട്ടോ. പല നാളുകളായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് കേട്ടോ. ചോദ്യത്തിന് ഞാൻ മറുപടി തരാഞ്ഞതൊന്നുമല്ല. എനിക്ക് നിന്നെ കൊണ്ടൊരു വ്യത്യസ്ത തലത്തില് അപൂർവം ചില കാര്യങ്ങള് എനിക്ക് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുകയാ. നിരാശപ്പെട്ടു പോകരുത് കേട്ടോ. വെള്ളം കാണത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഒരു സാധ്യതയുമില്ല ഇവിടുത്തെ സിറ്റുവേഷൻസ് മാറുവാൻ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, താഴ്വരയില് ഒന്നും കാണാതെ കുഴികളെ വെട്ടുവാൻ പറയുന്നവൻ ആരാണെന്ന് അറിയാമോ? എന്നെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നവൻ, ഞാൻ സകല ജനത്തിനും ദൈവമായവൻ എന്ന് പറയുന്നവൻ ഇന്ന് പകൽക്കാലം അവന്റെ ആത്മാവിൽ കൂടെ വിളിച്ചു പറയുകയാ, എനിക്കൊരു കാര്യവും അസാധ്യമല്ല. താഴ്വരയില് കുഴികളെ വെട്ടുവാൻ പറഞ്ഞപ്പോൾ നോ വേ, അവിടെ വെള്ളം വരുവാൻ ഒരു സാധ്യതയുമില്ല കേട്ടോ. എന്നാൽ തക്ക സമയത്ത് ദൈവം ഉറവകളിൽ തുറന്ന് ആ വെള്ളം അവിടെ കൊണ്ടുവന്നു കേട്ടോ. പ്രവാചകൻ പറഞ്ഞത് അങ്ങനെ സംഭവിപ്പിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലവും ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു ചെയ്തത്, അവന്റെ ശിഷ്യന്മാരാൽ ചെയ്തത് ഇന്നും നടക്കാതെ പോകത്തില്ല. നാം വിശ്വസ്തയോടെ നിൽക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. കർത്തൃദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്യം തന്നെ ഞാൻ വീണ്ടും ഉദ്ധരിച്ചു പറയട്ടെ. കഴിഞ്ഞ ദിവസം കർത്തൃദാസൻ പറഞ്ഞല്ലേ, യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 16-ാം വാക്യം. ഞാനൊരു വാക്യം മുമ്പേ വായിച്ചെന്ന് പറയാം. അതിന്റെ 13-ാം വാക്യം മുതൽ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? യോബിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം മുതല്. ഹല്ലേലൂയ.
യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ ഒരു നിമിഷം, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി വെക്കണം കേട്ടോ. അസ്ഥിരതയോടുകൂടി പോകുന്ന ചില ജീവിതങ്ങളോട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല കേട്ടോ, ഞാൻ ആരുടെയും പേരെടുക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നാൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക അസ്ഥിരതയോടുകൂടി ഇരിക്കുന്ന. 73-ാം സങ്കീർത്തനത്തില് ആസാഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദുഷ്ടന്റെ ചില അവസ്ഥകൾ, ഞാനത് പറയുന്നില്ല കാരണം എന്റെ വിഷയം തെറ്റി. പരിശുദ്ധാത്മാവ് പറയുന്നു അസ്ഥിരതയോടുകൂടി മറ്റുള്ളവരെ നോക്കിയിട്ട്, കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്റെ തലമുറകൾക്കൊരു ഉയർച്ചയില്ലല്ലോ, ഞാൻ ഓടിയതും അധ്വാനിച്ചതൊക്കെ വ്യർത്ഥമായി പോകുന്നല്ലോ എന്ന് നിലവിളിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ്, സഹോദരി അത് വായിക്കണം കേട്ടോ. തുടർന്ന് അസ്ഥിരതയോടുകൂടി ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സ്ഥിരതയോടെ നിൽക്കുവാൻ. വായിച്ചോ. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി നിന്റെ ഹൃദയത്തെ ഒന്ന് സ്ഥിരമാക്കി വെക്കണം. യെസ്. അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നിന്റെ കയ്യിൽ ദ്രോഹമുണ്ട്. നമ്മൾ ദൈവസന്നിധി വരുമ്പോ നമ്മുടെ കൈ വിശുദ്ധമായിരിക്കണം കേട്ടോ. ഞാനൊരു കാര്യം വിളിച്ചു പറയാം. എന്തൊക്കെ ശുശ്രൂഷ ചെയ്താലും, ഏതൊക്കെ തലത്തിൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ പ്രകടനം കാണിച്ചാലും, നിന്റെ കരം വിശുദ്ധമല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്തുകയില്ല കേട്ടോ. എത്ര വലിയ കാര്യങ്ങൾ നീ ചെയ്തു എന്ന് പറഞ്ഞാലും, രാവിലെ മുതൽ രാത്രി വരെ നീ പ്രാർത്ഥിക്കുന്നവളാണെന്ന് പറഞ്ഞാലും, സുവിശേഷം പറയുവാൻ ഇറങ്ങുന്നവനെന്ന് പറഞ്ഞാലും, സ്വർഗത്തിലെ ദൈവം നോക്കുന്ന ഈ കരമുണ്ടല്ലോ, ഇത് വിശുദ്ധമല്ലെങ്കിൽ. വായിച്ചോ സഹോദരി. നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്, അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. അതെ, നീ കഷ്ടത മറക്കും. നീതികേട് നിന്റെ കൂടാരത്തിൽ നിന്ന് മാറ്റുന്നുവെങ്കിൽ നീ ഉറച്ചു നിൽക്കും, നീ ഭയപ്പെടുകയില്ല. വിഷയങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, ദാനിയേലിന്റെ മുമ്പിൽ വിഷയം വന്ന് കേട്ടോ, അവൻ മുമ്പേ കിളിവാതിൽ തുറന്നു വെച്ചിരുന്നത് പോലെ തന്നെ അന്നും വിഷയത്തിന് മുമ്പിൽ അവൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആമേൻ, പതറിപ്പോകുന്ന അസ്ഥിരമായി പോകുന്ന ചില ഹൃദയമുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നീ സ്ഥിരതയോടെ നിൽക്കൂ. ഉറച്ചു നിന്നാൽ ഈ ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ, നിന്നാൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ ദൈവം ഇടയാക്കും എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ഒരു താഴെ ഒന്നുകൂടെ വായിച്ചു, അതിന്റെ താഴോട്ടുള്ള. അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. കർത്തൃദാസന്റെ വായിച്ച വാക്യം അതാ. നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അത് ഓർക്കും കേട്ടോ. അങ്ങനെയെങ്കിലുണ്ടല്ലോ ഇന്നത്തെ കഷ്ടത മാറുന്നൊരു ദിനമുണ്ട് കേട്ടോ. ഇന്നത്തെ കഷ്ടത മാറുന്നൊരു ദിനമുണ്ട്. ഒരു ദിനമുണ്ട്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത മാറി ദൈവത്തിന്റെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിനം വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് മടങ്ങി വരാം. ലൂക്കോസിന്റെ സുവിശേഷം 1:28 വീണ്ടും വരാമല്ലോ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് പറയാണ്, ഭയപ്പെടേണ്ട മറിയേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവൾക്ക് കിട്ടിയത് എന്താണെന്ന് അറിയാവോ? ഈ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും കേട്ടോ. ഹല്ലേലൂയ. ഈ പുസ്തകത്തിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്ത ഒരു
കന്യകയായിരുന്നു. അവളോട് പറയുകയാ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന കന്യകയോട് ഇവിടെ പറയുകയാണ്, നിനക്ക് നീ ഗർഭവതിയാകും. പ്രിയമുള്ളവരെ, ആ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വിവാഹ ശുശ്രൂഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാഹ നിശ്ചയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. കാരണം യഹൂദന്റെ വിവാഹം എന്ന് പറയുന്നത് ഈ കന്യക 13-14 വയസ്സൊക്കെ ആയിരിക്കുന്ന ആ ഒരു വേളയിലാണ് ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നാളുകൾ, വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വിവാഹ ശുശ്രൂഷ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവര് വിവാഹം മത്തായിയുടെ സുവിശേഷം 1:20 നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒന്ന് വായിച്ചു നോക്കിയാല് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1:20 ഇങ്ങനെ, എന്നാൽ അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും. അവളുടെ, നിങ്ങൾ വായിച്ചോ, അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവായിട്ടില്ല കേട്ടോ, വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ യഹൂദന്റെ കൾച്ചർ പ്രകാരം അവർ തമ്മിൽ അടുത്തു വരുന്നില്ല, വളരെ ദൂരെ ഇരിക്കുക. പക്ഷെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതുപോലെയാ. ഓ റാബാശാന്തനാദനഗസ്യ, എത്ര പേര് ഇത് ഗ്രഹിക്കുന്നു? നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞോ? ആരുമായിട്ടാ നമ്മുടെ വിവാഹം? നമ്മുടെ കാന്ത വരാറായി കേട്ടോ, നമ്മുടെ മണവാളൻ വരാറായി കേട്ടോ. കാന്തയും തന്നെത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായത്. യഹൂദന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അതിനർത്ഥം ആ വിവാഹം ഉറപ്പിച്ചു, അവളുടെ ഭർത്താവായി എന്നാ കേട്ടോ. അങ്ങനെ ആ വ്യക്തി, ഇവർ ഇരുവരും തമ്മിൽ പിന്നെ കാണുന്നില്ല, പക്ഷെ ദൂരെ ഇരിക്കുക കേട്ടോ. ഇനി വിവാഹം നടക്കണം. ഈ നടക്കണമെങ്കിൽ വിവാഹത്തിന് വേണ്ടി ചില ഒരുക്കങ്ങൾ ചെയ്യണം. ഈ വിവാഹം കഴിക്കുന്ന ആ ഗ്രൂം അല്ലെങ്കിൽ ആ വരൻ ഉണ്ടല്ലോ, അവൻ ചില കാര്യങ്ങൾ ഇവൾക്ക് വേണ്ടി ചെയ്യണം. ഇവനൊരു ഭവനം പണിതു കൊടുക്കണം. ഇവൻ ആ അപ്പന്റെ ഭവനത്തിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല കേട്ടോ. അതിനോട് ചേർന്ന് ഇവനൊരു ഭവനം ചെയ്യണം. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വായിച്ചു തരണം കേട്ടോ. 14-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ കർത്താവ് ഒരു പദം പറയുന്നുണ്ട്. ഒന്ന് വായിക്കാവോ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ആമേൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ. നോക്കിയേ, ഈ വരനുണ്ടല്ലോ, വധുവിനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനി അവനൊരു അടുത്തൊരു ജോലിയുണ്ട് കേട്ടോ, ഈ വധുവിനെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ. കാരണം കല്യാണം കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ഫാമിലിയാ. ആ ഒരു അടുത്ത കുടുംബത്തിന് ഇതുമായിട്ട് വേറെ അവന്റെ കാര്യം നോക്കണമെന്ന് അവരുടെ നിയമം. അതനുസരിച്ച് ഈ വധുവിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം അവനൊരു ഭവനം ഉണ്ടാകണം. ഈ ഭവനം പണിയുന്നത് എങ്ങനെയാ? ഈ ചരിത്രകാരന്മാര് പറയുന്നത് ഞാനും പ്രസംഗിച്ചു കേട്ട ഒരു വിഷയമാണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെയാണ്, ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഈ വരുന്ന അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ചെലവിന്റെ 10-1 ഈ വരൻ ചെയ്യണം, ബാക്കി 9% പിതാവ് ചെയ്തു കൊടുക്കും. ഹല്ലേലൂയ. ഈ വെറുതെ ഒരു ചെറിയ കാര്യമല്ല കേട്ടോ, ഇതൊരു വലിയ കാര്യമായി. ഈ ഒരു ശുശ്രൂഷ, നമ്മള് മറിയയുടെ സ്റ്റാൻഡ്, മറിയ നിൽക്കുന്ന, അവൾ കൃപ ലഭിച്ചവളെന്നും ദൈവത്തിന്റെ സാന്നിധ്യം അവളോടുകൂടി ഉണ്ടെന്നും പറയുമ്പോൾ, അവൾ ഗർഭവതിയാകുമെന്ന് പറയുമ്പോൾ, വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ, അതിന്റെ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക കേട്ടോ. ഇന്ന് പകല് കൃപ ലഭിച്ചവരായ നാം ദൈവത്താൽ ചില നിയോഗങ്ങൾക്കായി, ചില വിശേഷതയുള്ള നിയോഗങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ചില ഘട്ടങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടതായി വരും കേട്ടോ. ചില വില കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വചനത്തിൽ കൂടെ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുക. ആ വചനത്തിൽ കൂടെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ പിതാവ് ഭവനത്തിന് ആ മകനെ സഹായിക്കുമ്പോൾ അവർ ഒരുമിച്ച് ഇതിന്റെ എല്ലാ പദ്ധതികളും ചെയ്യും കേട്ടോ.
ആ സമയത്ത് ഈ പെൺകുട്ടിക്കും ഒരു കാര്യമുണ്ട്. ഷീ ഈസ് ഓൾസോ സെപ്പറേറ്റഡ്. അവള് ഭർത്താവിന്റെ അവൾക്കൊരു വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭവനത്തിലും അതുപോലെ തന്നെയാ. അവിടെ 10 മക്കളുണ്ടാകാം, 12 മക്കളുണ്ടാകാം. ഈ ബാക്കി 11 പേരും ഇവളെ സെപ്പറേറ്റ് ചെയ്യും. കാരണം എന്തെന്നറിയാവോ? ഷീ ഈസ് സെപ്പറേറ്റഡ്. അവൾ മറ്റൊരു കുടുംബത്തിലേക്ക് അവൾ പോകേണ്ടവളാ. അപ്പൊ അവളെ വിശുദ്ധീകരിപ്പാനും അവളുടെ കാര്യങ്ങൾ അവളുടെ മണവാളനുമായി സംവാദിപ്പാനും അവന് വേണ്ടി ഒരുക്കം ചെയ്യുവാനുമായി അവരും ഇവളെ സെപ്പറേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19:7 ഒന്ന് വായിക്കാമോ? 19:7 കുഞ്ഞാടിന്റെ കല്യാണ ദിവസം വന്നുവല്ലോ. വായിച്ചോളൂ. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ ഒരുക്കിയിരിക്കുന്നു. നോക്കിയേ, കാന്തയും തന്നെത്താൻ. നോക്കിയേ ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് വരൻ മാത്രമല്ല വധുവും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വധുവും ഒരുക്കണം, അവളും തന്നെത്താന് അവളെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം എടുത്തോ സഹോദരി. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. എസ്തേറിന്റെ മൊർദെഖായി അവിടെ ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പ്, ഒരു ക്വീൻ, ഒരു രാജ്ഞിക്ക് അശ്വരേഷ് രാജാവിന്റെ പത്നിയായിട്ട് ഒരു പുതിയൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം. എസ്തേറിനെ മൊർദെഖായി ആ അന്തഃപുരത്തിലേക്ക് അല്ലെങ്കിൽ ആ രാജാവിന്റെ പാലസിലേക്ക് അയക്കുകയാ, ഒരു ദൗത്യവുമായിട്ട് കേട്ടോ. ഹല്ലേലൂയ. അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്നത്തിനൊന്നും പറയരുത്, നിന്നെ വെളിപ്പെടുത്തി കൊടുക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവ് ഒരു കാര്യം കൂടെ പറയുക, നിന്നെ ചിലയിടങ്ങളിൽ അയക്കുമ്പോഴുണ്ടല്ലോ, നീ ആരാണെന്ന് പറയേണ്ട കാര്യമില്ല, വെളിപ്പെടേണ്ട ഒരു ദിവസമുണ്ട് കേട്ടോ. നിന്നിൽ തന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ അത്യധ്വാനം ചെയ്യേണ്ടതില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് ഉള്ള ചില ദൈവ ഭക്തന്മാരോട് നീ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നുണ്ട് കേട്ടോ. നിന്നെ പക്ഷേ സമൂഹത്തിൽ നിനക്ക് മാന്യതയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഇടത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരിയെ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ വില കൊടുത്തതൊന്നും പുറമേ ഒന്നും അംഗീകരിക്കപ്പെടില്ല എന്ന് ഒന്ന് ദുഃഖത്തോടെ ഇരിക്കുന്നുവെങ്കിൽ നീ ചില സമയങ്ങളില് നിന്നെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ദിവസം, അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമുണ്ടല്ലോ, അന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് വിളിച്ചു പറയുകയാ. നോക്കിയൊന്ന് വായിച്ചേ 2:9. ആ യുവതിയെ അവന് ബോധിച്ചു, അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളൊക്കെയും രാജാവിന്റെ ഷണ്ടനായ ഹേഗായിയാണ് ആദ്യത്തെ കാര്യവിചാരകൻ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിനോട് ഉപമിച്ചിരിക്കുന്നു. ഈ ഹേഗായിയുടെ ഡ്യൂട്ടി എന്താണെന്നറിയാവോ? ഈ വരുന്ന രാജ്ഞിയാകുവാൻ കടന്നു വരുന്ന യുവതികളെയെല്ലാം അവൻ ഇങ്ങനെ ബോധിക്കണം, അവനൊന്ന് ഇഷ്ടപ്പെടണം. അവനതിനെ എല്ലാവരെയും ഓരോരുത്തരെ ആയിട്ട് അവൻ സെലക്ട് ചെയ്ത് അതത് ഇടങ്ങളിലേക്ക് അയക്കും. അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാമോ സഹോദരി? ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്ത് കഴിഞ്ഞ ശേഷം 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗ്ഗവും. നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. ഇതൊന്ന് വായിക്കണം കേട്ടോ, ചുമ്മാതിരിക്കാനല്ല നമ്മെ വിളിച്ചത് കേട്ടോ. ഹല്ലേലൂയ. കാന്തയും തന്നെത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ പഴയ പാമ്പായ സാത്താൻ നമ്മെ ചതിച്ചു കളയാതിരിപ്പാൻ ഹല്ലേലൂയ ദിനം പ്രതി തന്നെത്താനൊന്ന് ഒരുങ്ങണം കേട്ടോ. അവന്റെ സാന്നിധ്യം വിട്ട് പോകരുത് കേട്ടോ. കാരണം അവന് ഹല്ലേലൂയ ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു മണവാട്ടിയെ ആവശ്യം കേട്ടോ. അവൾ ശുഭ്രവസ്ത്രധാരിയായിരിക്കണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മാവ് വിളിച്ചു പറയുക, നിന്നെ ശുദ്ധയും ശുഭ്രവസ്ത്രധാരിയുമായി അവൻ കാണുവാൻ ആഗ്രഹിക്കുക കേട്ടോ. അത് നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടയാകരുത്. ഇന്ന് പകൽക്കാലം ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയാൽ ഇത്
പൂർത്തീകരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ദൂത് ഏറ്റെടുത്തോ, നിന്നെ തന്നെ നീ സൂക്ഷിച്ചു കൊള്ളുവാൻ. ഈ ഉപവാസത്തിന്റെ ദിനങ്ങൾ ആമേൻ കഴിഞ്ഞ കുറെ വർഷങ്ങൾ നമ്മൾ ചെയ്തതാ, ഇനിയും തുടർന്നും നമ്മൾ ഉപവസിച്ചുകൊണ്ടിരിക്കും. ഈ ഉപവാസങ്ങളൊക്കെയും എന്തിനാണെന്നറിയാവോ? എന്നെയും നിങ്ങളെയും ഒന്നുകൂടെ പണിയുവാനാ. കർത്തൃദാസൻ പല ദിവസങ്ങളിൽ പറഞ്ഞു, ഇതൊരു പണിപ്പുരയാ. ഒരു കാറ്, ഒരു വാഹനം കൊണ്ടുവന്ന് അവൻ മെക്കാനിക്കിന്റെ കയ്യിൽ കൊടുക്കുന്നത് തന്നെ അക്ഷരാർത്ഥത്തിൽ ഹല്ലേലൂയ ഈ ഉപവാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ നല്ലൊരു കമ്പനിയില് ഹല്ലേലൂയ അതിന്റെ മാനുഫാക്ചററുടെ കയ്യിൽ നിങ്ങൾ ഒരു വാഹനം കൊടുത്താലുണ്ടല്ലോ, അവനൊരു ഒരു പരിപാടിയുണ്ട്. അവൻ പറയും, സാറേ വണ്ടി 2-3 ദിവസത്തേക്ക് കിട്ടത്തില്ല കേട്ടോ, പണി വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ചെയ്തേച്ച് തിരിച്ചു വാ. നീ അവൻ വന്നാലോ ഹല്ലേലൂയ ടൊയോട്ട കമ്പനിയില് അവൻ വണ്ടി കൊടുക്കുമ്പോ അവരാദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വണ്ടി കൊണ്ടുപോയി സർവീസ് സ്റ്റേഷനിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിന്റെ 4 ചക്രം ഊരി വെക്കും കേട്ടോ. എന്തിനാണെന്നറിയാവോ? ഇനി ഈ ചക്രം ഇരുന്നാൽ ഈ വണ്ടി ഇറങ്ങി പൊക്കളയും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൂത് വല്ലതും ഉണ്ടോ? ഏറ്റെടുത്തോണ്ടേ. ഈ വണ്ടി ഉപവാസത്തിന് കയറ്റിയാലുണ്ടല്ലോ പിന്നെ അവിടെ ഇവിടെയും പോകാൻ പറ്റത്തില്ല. പക്ഷെ പലയിടങ്ങളിൽ ഇരിക്കുന്നവരെ എനിക്കറിയാം. അവരുടെ ജോലിഭാരം, അവരുടെ ഡ്യൂട്ടി, ഇതൊക്കെ ദൈവത്തിനും അറിയാം കേട്ടോ. അവിടെ ഒന്നും എൻ്റെ ദൈവം മഹാക്രോധവാനായ ദൈവമൊന്നുമല്ല. ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാ. അവൻ അത് വിവേചിച്ച് അവനവന് വേണ്ടതായ സാഹചര്യങ്ങളെ ഒരുക്കിയും അവനവന്റെ ക്രമീകരണങ്ങളും ചെയ്തു തരുന്ന ദൈവമാ കേട്ടോ. ഞാനീ പറയുന്ന ചുമ്മാതല്ല. ഞങ്ങളിവിടെ 2004 ഷാർജയിൽ വന്ന സമയത്ത് കയ്യിൽ പൈസയൊന്നും ഇല്ല. ചർച്ചില് 14 ദിവസത്തെ ഉപവാസം ഡിക്ലെയർ ചെയ്തു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, പുള്ളിക്കാരിക്ക് ജോലിയില്ല, പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, പിന്നെ ഉപവാസത്തിന് പോകണം, പക്ഷേ ഈ ഷെയറിംഗ് ടാക്സി അന്നുണ്ട്, 5 ദിറംസ് വേണം, കയ്യിലില്ല. അങ്ങോട്ട് 5, തിരിച്ചൊരു 5, ഇടയ്ക്കുന്ന് പിന്നെ വേറെ സഹോദരങ്ങൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും ഒരു സ്ഥലം വരെ എത്തിയാൽ. ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ 14 ദിവസവും രാവും പകലും നിന്നെ കൊണ്ടുപോകാൻ ദൈവം വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ഞാനിത് പറഞ്ഞു ഞാൻ എൻ്റെ ജോലിക്ക് പോയി. പുള്ളിക്കാരി പറഞ്ഞു ഞാനിത് ഏറ്റെടുക്കുന്നു, ഞാൻ പോകും. ഞാൻ പറഞ്ഞ വേർഡ് ഇതാ കേട്ടോ, നടന്നായാലും പോകാൻ നീ തയ്യാറ് വെച്ചാൽ, മനസ്സ് വെച്ചാലുണ്ടല്ലോ, പിന്നെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. 11 മണിയായപ്പോൾ ഞങ്ങളുടെ ഒരു അങ്കിള് അവിടെ ജോലിയൊക്കെ ഉള്ള അങ്കിളാ, പുള്ളിക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, സഹോദര, എന്റെ ജോലി പോയി, ഞാൻ ഇനി 14 ദിവസവും ഫ്രീയാ, ഒരു ജോലി കിട്ടുന്നവരെ ഫ്രീയാ, ഞാന് സഹോദരിയെ വിളിച്ചോണ്ട് പോയിക്കോളാം, തിരിച്ചും കൊണ്ടുവിടാം. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ആ അങ്കിളിന്റെ ജോലി തെറിപ്പിച്ച് 14 ദിവസം എന്റെ ഭാര്യയെ ചുമക്കാൻ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്നതിനുണ്ടല്ലോ എന്റെ ദൈവത്തിന് ഒന്നിനും അസാധ്യമല്ലെന്ന്. ചിലപ്പോ ഇത് ഭോഷത്വമായിട്ട് തോന്നാം, പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ സാഹചര്യത്തിൽ എന്റെ വാക്കിന് എന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുക. അങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ട്, സഹോദര, എന്റെ ജോലി പോയി, 14 ദിവസവും ഞാൻ ഈ സഹോദരിയെ കൊണ്ടുപോകാം. പോയി കേട്ടോ. 15ാമത്തെ ദിവസം ആ മാസം തീരുന്നതിന് മുമ്പേ അങ്കിളിന് ജോലിയും കിട്ടി. കണ്ടോ ദൈവത്തിന്റെ വിശ്വസ്തത. നീ മനസ്സു വെക്കുന്നുവെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് മനസ്സൊരുക്കമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ വിളിക്കുന്ന ദൈവം നിന്നെ പുലർത്തുവാൻ അവൻ മതിയായവനാണ്. ബട്ട് നോട്ട് അക്കോർഡിംഗ് ടു യുവർ വിൽ, ബട്ട് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. എന്റെ വിചാരമല്ല നിന്റെ വിചാരം. അത് ആകാശവും ഭൂമിയും പോലെ അതിന് അന്തരമുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ തരും കർത്താവ്. എന്തിനാണെന്നറിയാവോ? നീ തകർന്നു പോകാതിരിക്കാനാ. ഇത് മേടിച്ചേച്ച് തിരിച്ചു പോകാനല്ല കേട്ടോ, നന്മ പ്രാപിച്ചേച്ച് തിരിച്ചു പോകാനല്ല, ആ നന്മ പ്രാപിച്ച ഇടത്ത് നിൽക്കണം. അതാ ഞാൻ പറഞ്ഞേ, സുവിശേഷം കേട്ടാൽ സുവിശേഷം കേട്ട ഇടത്ത് നിൽക്കണം. തീർന്നില്ല, അടുത്ത ചൂടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി കയറി പവർ പ്രാപിക്കണം. പവർ പ്രാപിക്കുമ്പോഴാണ് നിനക്ക് മനസ്സിലാകുന്നത് സുവിശേഷം കൊണ്ട് തീരത്തില്ല, എന്റെ ജീവൻ മുന്നോട്ട് പോകണം. ഈ ലേഖനത്തിനകത്തൂടെ ഞാൻ കറ തീർന്നു വാർത്തെടുക്കപ്പെടുമ്പോഴാണ് ഈ നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് എന്നോട് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ.
മടങ്ങി വരാം. കഷ്ടതയും വേദനയും നിരാശയും കൃപ ലഭിച്ചവൾക്കുള്ളതാ കേട്ടോ. കൃപ ലഭിച്ചവൻ ഉള്ളതാ കേട്ടോ. അതിനകത്ത് നീ ഭയപ്പെടേണ്ട. എന്താ കാര്യം എന്നറിയാവോ? അതിനകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഹി വിൽ ടേക്ക് ദ കൺട്രോൾ. ഹല്ലേലൂയ. ഇപ്പോൾ പരിതസ്ഥിതി എന്താ? ഹല്ലേലൂയ. അവൾ ഗർഭവതിയാ. ഞാൻ പറഞ്ഞു, ഇസ്രായേലിന്റെ യഹൂദന്റെ നിയമപ്രകാരം ആമേൻ കന്യക തനിക്കായി ഒരുക്കപ്പെട്ടവന് വേണ്ടി ആമേൻ ഒരുങ്ങി അവനിങ്ങനെ അവൾ തയ്യാറായിക്കൊണ്ടിരിക്കേണ്ടുന്ന കാലഘട്ടമാ കേട്ടോ. അപ്പോഴാ ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, എസ്തേറിന് വേണ്ടി ഒരുക്കപ്പെട്ട ഹല്ലേലൂയ ഒരു ഹെഗായിയെ പോലൊരു പരിശുദ്ധാത്മാവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഈ മണവാളൻ ചെറുക്കൻ ഒരു കാര്യം ചെയ്യും. അവന് മണവാട്ടിയായി തിരഞ്ഞെടുത്ത വ്യക്തിയെ ഉണ്ടല്ലോ, he will send ഒരു ദൂതൻ എന്ന് പറഞ്ഞാല് അവളെ വാച്ച് ചെയ്യുവാനായിട്ട് അവൻ ഒരു രഹസ്യ വക്താവിനെ അയക്കും കേട്ടോ. ഇസ്രായേൽ യഹൂദന്റെ വിവാഹം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. വെരി വെരി റോയൽ ആൻഡ് വെരി അക്കോർഡിംഗ്, എന്താ പറയാ, ദൈവത്തിന്റെ ഭയത്തോടു കൂടി ചെയ്യുന്ന ഒരു വിഷയമാണ്. മണവാട്ടി തെറ്റിപ്പോകാതിരിപ്പാൻ, അവളുടെ നടപ്പ് നോക്കുവാൻ, അവളുടെ നീഡ്സ് പ്രൊവൈഡ് ചെയ്യുവാൻ രഹസ്യമായി ആ മണവാളൻ ഒരുവനെ അയക്കും. നോക്കിയേ, എസ്തേറിന്റെ പുസ്തകത്തിലെ 12-13 ഒന്ന് വായിച്ച സഹോദരി. 13 നേരത്തെ വായിച്ചത് 2:13. രാജസന്നിധിയിൽ ചെല്ലും. അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. നോക്കിയേ, ഒരു നിമിഷം തന്നോ, മൈക്ക് ഓഫ് ചെയ്യണ്ട, ഒരു നിമിഷം. നോക്കിയേ, ഈ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈ കന്യകയ്ക്ക് വേണ്ടത് അവൾ ചോദിക്കേണ്ട കാര്യമില്ല കേട്ടോ. അവൾ അയച്ചിരിക്കുന്ന വ്യക്തി, ഇവളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഏജന്റ് ഉണ്ടല്ലോ, ഹി ലുക്സ് അറ്റ് ഹെർ. അവളുടെ നടപ്പ്, അവൾ പോകുമ്പോൾ അവളുടെ വസ്ത്രം, അവളുടെ ആവശ്യങ്ങൾ, എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ സമയങ്ങളില് ഈ ദൂതൻ അവിടെ എത്തിക്കും. ഞാൻ തെളിയിച്ചു തരാം എങ്ങനെ യോസേഫ് അറിഞ്ഞു അവൾ ഗർഭിണിയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അതാ വായിച്ച മത്തായിയുടെ സുവിശേഷം 1:20 വായിച്ചു. ഇങ്ങനെ അതിന്റെ 19 വായിച്ചു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. കണ്ടോ, ഈ മണവാളൻ വിവാഹ നിശ്ചയം കഴിഞ്ഞു, മണവാട്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, മണവാളനും തന്റെ മണവാട്ടിയെ കൊണ്ടുവരുവാൻ ഭവനമൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ നീക്കുപോക്കുകൾ അറിയുവാൻ മണവാളൻ ഒരു വ്യക്തിയെ നിയമിച്ചിട്ടുണ്ട്. അവനിൽ കൂടെ അവൻ അറിഞ്ഞു ഇവൾ ഗർഭവതിയാ. നോക്കണേ, ഒരു വിഷയം ദൈവത്താൽ സംഭവിച്ചുവെങ്കിൽ ദൈവത്താൽ വരുന്ന വിഷയത്തിന് ദൈവം തന്നെ അതിന് നീക്കുപോക്കുണ്ടാക്കും. 20-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ പറയുകയാണ്, ഇങ്ങനെ നിരച്ചിരിക്കുമ്പോൾ, എന്താണ് നിരച്ചത്? അവൾക്ക് ലോകാപവാദം വരാതിരിപ്പാൻ. കാരണം അവൻ നീതിമാനാ, അവൻ ഒരു നല്ല ദൈവഭക്തനാ. അവൻ വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടിക്ക് ഒരു അപവാദം വരാതിരിപ്പാൻ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ നിരച്ചിരിക്കുമ്പോൾ നോക്കിയേ, കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാ, എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു വച്ചിരിക്കുന്ന സ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു ദോഷം വരുവാൻ ഇടയായാൽ, കാരണം എന്താണെന്നറിയാവോ? ഞാൻ അവന്റെ മണവാട്ടിയാ, അവന്റെ കാന്തയാ. ഈ വിവാഹ ശുശ്രൂഷ എത്തുന്നത് വരെയും എനിക്കൊരു ദോഷവും വരാതെ എന്നെ അങ്ങെത്തുവോളം ആ വിവാഹ ദിവസം വരെയും എന്നെ സൂക്ഷ്മതയോടെ പരിപാലിക്കേണ്ടത് എന്റെ ആത്മമണവാളന്റെ അവന്റെ തന്നെ കാര്യമാകട്ടോ. അവന്റെ ഡ്യൂട്ടി. ഹല്ലേലൂയ, അവന്റെ ഡ്യൂട്ടിയാ കേട്ടോ.
ഇന്ന് പകൽക്കാലം എന്നെ കേട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും നീ ക്ഷീണിച്ചു പോയെങ്കിൽ, എവിടെയെങ്കിലും നീ അയ്യോ അയ്യോ എന്ന് വിളിക്കുന്നുവെങ്കിൽ, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നീ കഷ്ടത സഹിക്കേണ്ടി വരും കേട്ടോ. ഹല്ലേലൂയ. മറിയ ഗർഭം ചുമക്കുമ്പോൾ അവൻ നിന്ദാപാത്രമായി തീരും കേട്ടോ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തിന് ശേഷവും യേശു അവൻ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ ആ തച്ചന്റെ മകനല്ലേ, ഈ തച്ചന്റെ മകനല്ലേ എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ കിടക്കുന്ന ഒരു പോരായികയുണ്ട് കേട്ടോ. എപ്പേസ് ഒരു വ്യസനപുത്രനായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം എപ്പേസിനെ കുറിച്ച് ആകെ 3 വരികളേ ഉള്ളൂ. എന്നാൽ എപ്പേസ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞരങ്ങിയിരിക്കുന്ന ചില ജീവിതങ്ങള്, നിരാശയോടുകൂടി ഇരിക്കുന്ന ചില ജീവിതങ്ങള്, ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തില് യോസേഫിന്റെ രഥങ്ങൾ വരുന്നത് കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നതുപോലെ ഇന്ന് പകൽക്കാലം ചില ജീവിതങ്ങൾക്ക് ചൈതന്യം വരുത്തുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഈ ഗർഭവതി എന്ന് പറയുമ്പോൾ നിന്റെ മേലൊരു പ്രത്യേക ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ തന്നെ ഒരു ദൂതൻ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ആ ശുശ്രൂഷയ്ക്ക് തടസ്സമായി വരുന്ന നിന്നെ ഉപേക്ഷിച്ച് കളയുവാൻ, പ്രിയപ്പെട്ടവർ തള്ളുവാൻ, അല്ലെങ്കിൽ നിനക്ക് വാഗ്ദത്തം ലഭിച്ചതിനെ നീക്കിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൂതൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. 38 വർഷക്കാലം കുളക്കരയിൽ കിടന്ന് കറങ്ങിയതാ. ഹല്ലേലൂയ. പലവട്ടം ചാടി നോക്കിയതാ. പക്ഷെ ഞാൻ ചാടുന്നതിന് മുമ്പേ വേറെ ചിലർ ചാടി രക്ഷ പ്രാപിച്ച് അത് കണ്ടിട്ട് നടുവീർപ്പോടുകൂടി 38 വർഷം കിടന്നതാ കേട്ടോ. അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ദൈവം, എന്റെ യേശു അടുക്കലേക്ക് ഇറങ്ങി വരും കേട്ടോ. പറയേ, കൃപ ലഭിച്ചു, നീ ഭയപ്പെടേണ്ട, നീ ഗർഭവതിയാകും. എന്തിനാന്നറിയാവോ? യേശുവിനെ പ്രസവിക്കുവാനാ. ഇന്ന് പകൽക്കാലം ചില മറിയമാരെ, ചില യോസേഫുമാരെ ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. യേശുവിനെ പ്രസവിക്കുവാനാ എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ സമയം കഴിയാറായി. 2 മിനിറ്റ് കൂടെ എന്റെ മുമ്പിൽ ബാക്കിയുള്ള കേട്ടോ. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങളെ പ്രസവിക്കുവാനാ, ചില ഇമ്മാനുവേലിനെ പ്രസവിക്കുവാനാ, ചില രക്ഷകന്മാരെ പ്രസവിക്കുവാനാ. ഒരു ദേശം അന്ധകാരം പിടിച്ചു കിടക്കുമ്പോൾ, ഹല്ലേലൂയ, വചനം ദുർലഭമായി കിടക്കുമ്പോൾ ചില ശമൂവേൽമാരെ ജനിപ്പിക്കുവാനാ, ഉടമനക ശന്തന ചില പെനിയമാരെ നിയമിച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നിന്നെ ദോഷപ്പെടുത്തുവാനല്ല, എന്നാൽ അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മെസ്സേജ് ഇവിടെ തീർക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടിക്കുണ്ടല്ലോ, അവൾ എന്ത് ചെയ്യുന്നു? എന്താണ് അവളുടെ വരവ് ചെലവ്? അവളുടെ കാര്യങ്ങളെ നോക്കുവാൻ ഒരു ദൂതനുണ്ട് കേട്ടോ. ആ ദൂതൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മണവാളനുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും വിവാഹ നിശ്ചയം ചെയ്ത ആ ക്രിസ്തു എന്ന ഏക മണവാളന്, ഹല്ലേലൂയ, ഇന്ന് രാത്രി പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജായുടെ കുറവെന്താ? ഹല്ലേലൂയ. അതിനകത്തുള്ള എന്തെല്ലാം ദോഷങ്ങളുണ്ടോ അത് കുറവ് തീർക്കുവാനായി, ഹല്ലേലൂയ, ദൈവമേ നീ ആക്കി വെച്ചവനെ അവനെ ശുദ്ധീകരിക്കേണ്ടതായ കാര്യങ്ങളെ നീ ചെയ്യണമേ. ഒരു നല്ല ഫലം വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? വൃക്ഷത്തെ നന്നായി ചെത്തി വെടിപ്പാക്കണം. അത് ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഫലം പുറപ്പെടുവിക്കത്തില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലർ ചെത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ചിലർ രോഗത്താൽ ചെത്തപ്പെടുമ്പോൾ, ചിലർ ഫിനാൻഷ്യലി ചെത്തപ്പെടുമ്പോൾ, ചിലർ വാഗ്ദത്തം ലഭിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശയിൽ ചെത്തപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഞാൻ നല്ല ഫലത്തിനായി നിന്നെ ചെത്തിയതാ കേട്ടോ. നാളുകൾ കഴിയുമ്പോൾ സ്ഥിരമായി നിൽക്കുന്ന ഒരു ഫലം, നല്ല ഉറപ്പുള്ള ഒരു ഫലം നിന്നിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, അതിന്റെ 25-ന്റെ 5. ഹല്ലേലൂയ. എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. ഒന്നുകൂടെ വായിക്കാവോ? പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ
എല്ലാവരും പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. എല്ലാവരും മഴക്കം പിടിച്ചു കേട്ടോ. ഇന്ന് പകൽക്കാലം ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കൃപ ലഭിച്ചവളാ, ഭയപ്പെടേണ്ട എന്ന് ദൈവത്താൽ ശബ്ദം കേട്ടതാ. നീ ഒരു ഗർഭം ധരിച്ച് ഒരു ക്രിസ്തുവിനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത സന്തതികളെ മുന്നിൽ കൂടെ പുറപ്പെടുവിക്കുമെന്ന് അബ്രഹാം കേട്ടതുപോലെ ഈ പകൽക്കാലം പലരും കേട്ടതാ കേട്ടോ. പക്ഷെ സമയം വൈകുന്തോറും മയക്കത്തിലായ ജനമേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, മണവാളൻ വരേണ്ടുന്ന സമയമായി. ഏത് സമയമെന്ന് നമുക്കറിയത്തില്ല. അവൻ അർദ്ധരാത്രിയിലായാലും അവൻ വെളിപ്പെട്ട് വരും കേട്ടോ. അന്ന് ഒരുക്കപ്പെട്ടിരുന്നാൽ ആമേൻ, ഞാനും നിങ്ങളും അവനോടുകൂടി ആ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടേണ്ടതാകുന്നു. അതിനായി ഈ വിളക്കിൽ എണ്ണ നഷ്ടപ്പെട്ടു പോകാതെ അവൻ ലഭിച്ച കൃപ, ആമേൻ, ആ കൃപയ്ക്കത്തോണം അതിനെ വർദ്ധിപ്പിച്ച് ക്രിസ്തുവെന്ന തലയോളം നീ വർദ്ധിച്ചു വരുവാൻ ദൈവം ഈ വചനത്താൽ ഇടയാക്കുമാറാകട്ടെ. ഈ സമയം തന്ന കർത്തൃദാസനോടുള്ള നന്ദി പറയുന്നു. എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഇന്ന് രാത്രി പകൽക്കാലം പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചത് അങ്ങനെ